മലയാളത്തെ കൂടുതൽ സമ്പന്നമാക്കാൻ കോട്ടയത്തെ അക്ഷരം മ്യൂസിയത്തിന് കഴിഞ്ഞെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പ് നിർമ്മിച്ച അക്ഷര മ്യൂസിയത്തിന്റെ തുടർഘട്ടങ്ങളുടെ നിർമ്മാണോദ്ഘാടനവും SPCS അക്ഷര പുരസ്കാര സമർപ്പണവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്ഷരനഗരി എന്ന പേരിനൊപ്പം സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ കോട്ടയത്തിന്റെ പേര് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അക്ഷര മ്യൂസിയത്തിന് കഴിഞ്ഞു. 6000-ലധികം ഭാഷകളും ലിപികളും അവയുടെ പരിണാമവും പരിചയപ്പെടുത്തുന്ന അക്ഷര മ്യൂസിയം പോലുള്ള സംരംഭം വേറെ ഇല്ലെന്നും മന്ത്രി പറഞ്ഞു. നേട്ടങ്ങൾ ഒന്നായി ഞങ്ങൾ എഴുത്തുകാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഇതിന് കാണുന്നു എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇത് കേരളത്തിൽ മറ്റാർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയിൽ മറ്റാർക്കും ഇത്തരം ഒരു സംരംഭം ഉയരാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ രണ്ടാം ഘട്ടം കൂടി കഴിയുന്നതോടുകൂടി ലോകത്തെ 6000-ൽ പരം ഭാഷകളും അതിൻ്റെ ലിപികളും അതിൻ്റെ പരിണാമങ്ങളും പരിചയപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാഷാസ്നേഹികളെയും അതുപോലെ തന്നെ വിജ്ഞാനദാഹികളെയും എത്ര കണ്ട് ഏറ്റവും കൂടുതൽ ആനന്ദത്തിൽ ആറാടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. അവരെല്ലാം പ്രതീക്ഷിക്കുന്നത് എങ്ങനെയാണ് ഭാഷയുടെ ഉൽപ്പത്തി, അതിൻ്റെ പരിണാമം എങ്ങനെയാണ് എന്നെ സംബന്ധിച്ച് പഠിക്കാൻ മനസ്സിലാക്കാനല്ല. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏർപ്പെടുത്തിയ അക്ഷര പുരസ്കാരം സാഹിത്യകാരൻ UK കുമാരന് ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. SPCS പ്രസിദ്ധീകരിച്ച തക്ഷൻകുന്ന് സ്വരൂപം എന്ന നോവലാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. 1.25 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നാട്ടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ നടന്ന ചടങ്ങിൽ SPCS പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കിഫ്ബി അഡീഷണൽ CEO മിനി ആന്റണി, കേരള മ്യൂസിയം എക്സിക്യൂട്ടീവ് ഡയറക്ടർ R ചന്ദ്രൻപിള്ള, സാഹിത്യകാരൻ സുസ്മേഷ് ചന്ദ്രോത്ത്, പത്രപ്രവർത്തകൻ പോൾ മണലിൽ, സർക്കിൾ സഹകരണ യൂണിയൻ ജില്ലാ ചെയർമാൻ KM രാധാകൃഷ്ണൻ, ജോയിന്റ് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന KP ഉണ്ണികൃഷ്ണൻ നായർ, SPCS ഭരണസമിതി അംഗം ഡോക്ടർ MG ബാബുജി എന്നിവർ പ്രസംഗിച്ചു. കിഫ്ബിയുടെ 16.18 കോടി രൂപ ധനസഹായത്തോടെയാണ് തുടർന്നുള്ള 3 ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുക. ലോകത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ലിപികളുടെ പരിണാമ ചരിത്രം, മലയാള കവിതാ സാഹിത്യ ചരിത്രം, ഗദ്യ സാഹിത്യ ചരിത്രം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ അടയാളപ്പെടുത്തുന്ന 8 ഗാലറികൾ ഉൾപ്പെടുന്നതാണ് അടുത്ത ഘട്ടങ്ങൾ. i4U ന്യൂസ്, ഏറ്റുമാനൂർ.